വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള കളത്തട്ട് ഫൗണ്ടേഷൻ്റെ 2024 CG സരസ്വതി അമ്മ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവനിലെ സിസ്റ്റർമാരായ ജനറൽ സൂപ്രണ്ട് സിസ്റ്റർ സൂസൻ തോമസിനും നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ബീന ഷാജഹാനുമാണ്. ഗാന്ധിഭവൻ സന്ദർശിക്കാനും അവാർഡ് നൽകാനുമായിട്ട് കളത്തട്ട് ഫൗണ്ടേഷൻ്റെ സാരഥിയായ ശ്രീമതി ഗീത നായരോടൊപ്പം ഞങ്ങൾ അവിടെ എത്തി. ഹൃദ്യമായ ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. നല്ല ചൂടുള്ള ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അവിടുത്തെ ഓരോ കാര്യങ്ങളും അടുക്കള മുതലുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചു തരികയും അവിടുത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദമായി വിവരിച്ച് തരികയും ചെയ്തു. ശ്രീ സോമരാജൻ സാറും കുടുംബവുമാണ് ഇത് ഇത്ര മനോഹരമായിട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. അവിടുത്തെ സ്റ്റാഫായ ഉഷാമാണ് ഞങ്ങളോടൊപ്പം എല്ലാം കാണിച്ചു തരാനും വിവരിച്ചു തരാനും വന്നത്. അതിനകത്തൊരു ലോകമുണ്ട്, ഒരു കുഞ്ഞു ലോകം. നമ്മുടെ പുറത്തുള്ളതുപോലെ വില്ലേജുകളും വാർഡുകളും ജനപ്രതിനിധികളും ഹോസ്പിറ്റലും സ്കൂളും പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും സ്കൂള്, കോടതി, ലൈബ്രറി, തട്ടുകട, സൂപ്പർ മാർക്കറ്റ്, കൃഷി ഓഫീസ് എല്ലാം തന്നെ അവിടെയുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് 30 കിലോ അരി വരണത്തിനകത്ത് ചോറ് പാല് ചായ എല്ലാം നമുക്ക് ഇതിനകത്ത് എല്ലാം. അതുപോലെ നമുക്ക് പുട്ട് നമ്മുടെ പുട്ടാണ് കുറേ വരുന്നവർക്കെല്ലാം 40ഓളം പുട്ട് ഒന്നിച്ച് വയ്ക്കാൻ പറ്റും. നല്ലോണം മേളോട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഇവിടെ നമുക്ക് 3 ബിൽഡിങ്ങിലാണ് ആണുങ്ങളുടെ വാസ മത്സരിച്ചുള്ള കിടപ്പിലൂടെയാണ്. നടുക്ക് റൂമായിട്ടുണ്ടെങ്കിൽ വാർഡായിട്ട് നമുക്ക് 14 പേരുണ്ട്. അതുപോലെ നമുക്ക് താഴെ നമുക്കൊരു മോർച്ചറി ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് 1000 പേര് മത്സരിച്ചുള്ളവരും അംഗവൈകല്യമുള്ളവരും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. അത് അപ്പുറത്ത് പിന്നെ കംപ്ലീറ്റ് ജെൻസ് ആണ്. അല്ല എല്ലാം ഉണ്ട്, എല്ലാവരും പിന്നെ ഹോമിയോ അതെ 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 നമുക്ക് അല്ല ഭക്ഷണം വേണം, ഇരിക്കുകയും ചെയ്യും ഭക്ഷണം വേണം വേണ്ടി. ഇവിടെ നമുക്ക് മാനസികമായിട്ടുള്ള ആരെയും നമ്മളിവിടെ കൂട്ടിയിടാറില്ല. എല്ലാവർക്കും എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഇത് പാലിറ്റി കെയർ, കിടപ്പിലുകളായ അമ്മമാരാണ്, അവരെ കുളിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കണം. നമുക്കിവിടെ പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, പഞ്ചായത്തുകാരെ എല്ലാം കൊണ്ടുപോയി വീട്ടുകാരെയൊക്കെ കൊണ്ടുവരുന്നവരാണ്. അപ്പോൾ അവരെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഡിക്കലും ഹെൽത്തുമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, നമുക്ക് അവരെ ഒന്ന് കാണാം. ശരി.
ബ്രഹ്മചാരിയെ പോയി തൊഴണം. അവിടെ തൊഴാൻ പോരാ, പന്തളത്ത് രാജകൊട്ടാരത്തിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ പന്തളത്ത് വരികയാണ്. അതാ ഞാൻ അവിടെ വന്ന് അവിടുത്തെ കാര്യം കൂടെ എഴുതി. എന്താണെന്നറിയോ, ശബരിമല ചെല്ലുമല്ലോ. അപ്പൊ അവര് പന്തളത്ത് രാജകൊട്ടാരത്തിൽ കൊച്ചുമോനെ കാണാൻ വരണം. അപ്പം മോൻ അവിടെ കളിച്ചതാ. ആ വണ്ടി പോയി തൊട്ട് ഇത് നമ്മുടെ ഒരു കോടതിയാണ്. ക്രിമിനൽ കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളും നമ്മളിവിടെ ഫീസില്ല ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ്, ടെലി കൗൺസിലിംഗ്, ഭിന്നശേഷി സേവന കേന്ദ്രം, വനിതാ കമ്മീഷൻ ഗ്രേഡ് എല്ലാം നമുക്ക് സൗജന്യമാണ്. കൊല്ലത്തുനിന്ന് എല്ലാം ഉണ്ട്. അല്ല ഞാൻ തിരുവനന്തപുരത്ത് തന്നെ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് മേളിലൊരു വാർഡിൽ ഡാൻസ് ഇവിടുത്തെ കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അവർക്ക് അമ്മമാർക്ക് പാട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അമ്മമാരെ ഇവരെല്ലാം പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും നമുക്കൊരു വാർഡുണ്ട്. ഷെൽട്ടർ ഹോം കേസായിട്ട് വരുന്നവർ, താൽക്കാലിക പോലീസുകാർ കൊണ്ടുവരുന്നവരുണ്ട്, മിസ്സിംഗ് കേസായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഷെൽട്ടർ ഹോം ഉണ്ട് നമുക്കിവിടെ. പിന്നെ നമുക്ക് 5 വയസ്സ് തൊട്ട് +2 വരെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ നമുക്കിപ്പോൾ ഉള്ളത് 40 കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയെല്ലാം അമ്മമാരാണ്. നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം. അല്ലേ ഉണ്ട്, താമസമുണ്ട്.
പോകുന്നവർ അങ്ങനെയുണ്ട്, ഡാൻസ് ചെയ്യുന്നത് അമ്മമാരൊക്കെ പല സാധനങ്ങളും പിന്നെ ഇവിടെ മാറ്റ് നെയ്യുന്നവരുണ്ട്. വിടത്തില്ല എല്ലാവരും. എന്റെ പൊന്നിച്ചേന്റെ പേരെന്തുവാ? ഗൗതം. നമ്മുടെ മുന്നിൽ അവരുടെ സമ്മതി അനുസരിച്ചായിരിക്കും നമുക്കിവിടെ വരുന്നത്. അതുപോലെ ഒരു ചരമവാർഷികം അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിന് വരുന്നവർ അപ്പോൾ അവരുടെ സമ്മതി അനുസരിച്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നടത്തുന്ന എന്തോന്ന് ചിലവാണ് അത് നമുക്ക് കൊണ്ടുവരുന്നു. അതിനൊരു വിഹിതമാണ് ഞങ്ങൾക്ക്. അതൊരു ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും പേർക്ക് ഭക്ഷണം വേണം, മരുന്ന് വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കടബാധ്യത തന്നെ. അപ്പോൾ ഇതിലൊന്നും നിൽക്കത്തൊന്നുമില്ല. എന്നാലും ഇങ്ങനെയുള്ളൊരു സഹായങ്ങൾ ഒന്നും കിട്ടുന്നില്ല, ഒന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. റേഷൻ കോട്ടയം സാധാരണ ഒരു ഇവിടുത്തെ റേഷൻ കാർഡുള്ള അവരുടെ എണ്ണം വെച്ച് സർക്കാർ ഇത് റേഷൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ഇവിടെ വരുന്ന ഇത് കാണാൻ വരുന്ന നിത്യേന ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം പുറത്ത് പോയി പിരിവോ മറ്റു കാര്യങ്ങളൊന്നും ഗാന്ധി പോലെ ഇല്ല. അപ്പം യഥാർത്ഥത്തിൽ ആവശ്യമില്ലെന്നല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 3-3.5 ലക്ഷം രൂപയാവും ഒരു ദിവസത്തെ. ഏറ്റവും കൂടുതൽ പോകുന്നത് മെഡിസിനാണ്. അപ്പോൾ ഇവിടുത്തെ കിടക്കുന്ന അമ്മമാർ ഇവിടുത്തെ എല്ലാ അമ്മമാർക്ക് നിത്യേന ഒരു 4-5 ഡയപ്പർ വെച്ചൊക്കെ മാറ്റണം. നമുക്ക് നല്ല കോസ്റ്റ്ലിയാണ് മെഡിസിൻ. പിന്നെ ഫുഡൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 10,000-2,000 പേര് അടുപ്പിച്ചുള്ള ഫുഡ്. അപ്പം സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിദ്യാർത്ഥികൾ ഇത് കാണാനും പഠിക്കാനുമായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ചിലവുണ്ട്. പക്ഷേ അത് ആരും നിർബന്ധിച്ചോ ഒന്നുമില്ല. ഈ അന്നദാനം നടത്തുന്നവർ പിന്നെ മറ്റ് വിവാഹവാർഷികം, ചരമവാർഷികം, കുട്ടികളുടെ നൂലുകെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വന്ന് പങ്കെടുക്കുന്നവർ അവരാ കഴിയുന്ന സംഭവം അത് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ട്. ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസത്തെ ഭക്ഷണം അപ്പോൾ ഒരാളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ 10 പേര് ചേർന്ന് ജോയിൻ ചെയ്യാം. അത് ഒരു നിബന്ധന ഒന്നുമില്ല. അവരവർക്കുള്ള സാമ്പത്തികം കയ്യിലുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ നമുക്ക് ഇപ്പം ഒരു ചിലർ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ഇന്നത്തെ ഫുഡ് അതായിരിക്കില്ല. പക്ഷേ ഒരു ഇന്നത്തെ ഫുഡ് നമുക്ക് മീൻകറി കൂട്ടി നൽകണം എന്ന് പറയുന്നത്, അല്ലെ ചിക്കൻ വെച്ച് ഇതിൽ കൈയ്യടി. എന്നിട്ട് അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അവർ പ്രാർത്ഥനയിലിരുന്ന് അവരോടൊപ്പം എല്ലാവരോടൊപ്പം ഭക്ഷണവും കഴിച്ച് തുടങ്ങി. ഇല്ല, ഒരു ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന അതിനുള്ള എക്സ്പെൻസ് എത്ര എന്ന് വെച്ചാൽ അതിനൊരു അവർക്ക് എന്ത് അടയ്ക്കാൻ പറ്റും, എന്ത് അടയ്ക്കാൻ പറ്റും, അവരവരുടെ കയ്യിലുള്ളത് അടയ്ക്കാൻ. മരുന്ന് നമുക്ക് മരുന്ന് എടുത്തു തരാം, അത് സ്പോൺസർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഡയപ്പർ സ്പോൺസർ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെ സാന്നിധ്യമുണ്ട്. എല്ലാവരും ചേർന്ന് ഈ പദ്ധതിയും ഇവിടെ തെളിയിക്കുന്നു. സോഷ്യൽ കോമേഴ്സിലും ഇതിനൊരു അവസരം തന്ന എല്ലാവർക്കും ഗാന്ധി ഭവനിലെ എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കളത്തക്കൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും
എന്താണ് കളത്തട്ടത്? ജോലി ഉപേക്ഷിച്ച് ഗാന്ധി ഭവൻ സേവനം ചെയ്യുന്ന അവർക്ക് നൽകിയ ഈ ആദരവ് ഗാന്ധി ഭവന് അഭിമാനമാണ്. അടുത്തതായി ശ്രീമതി ബീന ഷാജഹാൻ ഏതാണ്ട് 12-13 വർഷങ്ങള് ഗാന്ധി ഭവൻ കുടുംബത്തിന് ആകെ നൽകുന്ന അംഗീകാരമായി കാണുന്നു. എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. കളത്തട്ട് ഫൗണ്ടേഷന് ഗാന്ധി ഭവന്റെ സ്നേഹാദരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങ്